ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. മാർക്കറ്റിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാതെ നമ്മൾ റാൻഡം ആയിട്ട് ട്രേഡ്സ് എടുക്കുമ്പോൾ അവിടെ ലോസിന്റെ എണ്ണം കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചറിൽ മെയിൻ ആയിട്ട് 3 ടൈപ്പ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്: സ്വിംഗ് മാർക്കറ്റ് സ്ട്രക്ചർ, ഇന്റേണൽ മാർക്കറ്റ് സ്ട്രക്ചർ, അതേപോലെ ഫ്രാക്ടൽ സ്ട്രക്ചർ. ഇതിൽ സ്വിംഗ് മാർക്കറ്റ് സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. നമ്മൾ ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യണേന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ, ഓവറോൾ ഡയറക്ഷൻ കിട്ടാനാണ് നമ്മൾ സ്വിംഗ് മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അപ് ട്രെൻഡിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യണതെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് സ്വിംഗ് മാർക്കറ്റ് സ്ട്രക്ചർ കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി ഇതാണ്, ഈ ഒരു ഹൈ ആണ് സ്വിംഗ് ഹൈ വരുന്നത്, അതേപോലെ ഇത് സ്വിംഗ് ലോ. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ഇനി നമ്മൾ ട്രേഡ്സ് നോക്കുന്നത്. നമുക്കറിയാം എല്ലാ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ബ്രേക്കിനും ശേഷം അവിടെ ഒരു പുൾ ബാക്ക് ഫേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഹൈൻ്റെയും അതേപോലെ ഈ ലോൻ്റെയും ഇടയിൽ ഫോം ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ട്രെൻഡ്സിനെയാണ് നമ്മൾ ഇന്റേണൽ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഫ്രാക്ടൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ ക്യാൻഡിൽസ് നോക്കിയിട്ട് അതിൻ്റെ ബേസിസിൽ ഇമ്മീഡിയറ്റ് ബയാസ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഫ്രാക്ടലിൻ്റെ ഓർഡർ ഫ്ലോ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ്സിൻ്റെ അനാലിസിസ് നടത്താം. അപ്പോൾ ഈ ഓരോ ഇന്റേണൽ സ്ട്രക്ചറിൻ്റെയും ഉള്ളിൽ എന്തുണ്ടായിരിക്കും? കുഞ്ഞു കുഞ്ഞു ഫ്രാക്ടൽ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ ഓവറോൾ ഇന്റേണൽ സ്ട്രക്ചറും അതേപോലെ സ്വിംഗ് മാർക്കറ്റ് സ്ട്രക്ചറും ഫ്രാക്ടൽ സ്ട്രക്ചറും ഒരുപോലെ അലൈൻ ചെയ്ത് വരുന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ ട്രേഡ്സ് എടുക്കുക.